ലോകത്തെ ഞെട്ടിക്കുന്ന ഏത് അസാധാരണ സംഭവമുണ്ടായാലും അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു നാമമാണ് ബാബ വാങ്കയുടെ. മനുഷ്യരിൽ നിന്നുണ്ടാവുന്ന ദുരന്തങ്ങൾ, സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ, പുതിയ രോഗങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പ്രശസ്തരായ വ്യക്തികളുടെ മരണങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ എന്നുവേണ്ട ജനശ്രദ്ധ ആകർഷിക്കുന്ന ഏതൊരു അസാധാരണ സംഭവവും വർഷങ്ങൾക്ക് മുമ്പ് ബൾഗേറിയൻ മലമടക്കുകളിൽ മരണപ്പെട്ട അവരുടെ ആത്മീയ ഗുരുവായ ഈ നിഗൂഢ സ്ത്രീയുടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. നിഗൂഢതയിൽ വിശ്വസിക്കുന്ന ഒരു വലിയ ലോക സമൂഹം ഇന്നും സത്യമോ മിഥ്യയോ എന്ന് അറിയാതെ വിശ്വസിച്ചു പോരുന്ന ഈ പ്രവചന അവകാശവാദങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിലേക്കും ബാബ വാങ്കെ എന്ന ബൾഗേറിയൻ അന്ധപ്രവാചകയുടെ ജീവിതത്തിലേക്കും നമുക്ക് ഒന്നിരിക്കാം. 1911 അന്നത്തെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്ന ഇന്ന് ബൾഗേറിയയുടെ ഭാഗമായ ശ്രീ മിസായിൽ പാണ്ടോ സുർച്ചേവിന്റെയും പാസ്കേവ സുർച്ചേവിന്റെയും മകളായിട്ടാണ് വാങ്കലേയ പാണ്ഡേവ ക്രുഷ്ചറ്റോവ എന്ന മുഴുവൻ നാമത്തിൽ അറിയുന്ന ബാബ വാങ്കയുടെ ജനനം. ഇക്കാലത്ത് പ്രശസ്തരാകുന്ന ഏതൊരു ആത്മീയ വ്യക്തിത്വങ്ങളെ അവരുടെ അസാധാരണത്തിലേക്ക് ഉയർത്തുവാൻ പ്രചരിപ്പിക്കപ്പെടുന്ന വാമൊഴികളുടെ അമാനുഷികതയിൽ നിന്ന് വാങ്കയും വിമുക്തയായിരുന്നില്ല. വാങ്കയുടെ ജീവചരിത്രം രേഖപ്പെടുത്തിയ ക്രാസ്മീര സ്റ്റിയനോവ എന്ന ചരിത്രകാരി ഈ വാമൊഴികളെ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. അവരുടെ ജീവചരിത്ര രേഖകൾ പ്രകാരം പ്രസവാനന്തരം മാതാവ് മരണപ്പെട്ട മാസം തികയാതെ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളാൽ കാണപ്പെട്ട ഒരു ശിശുവായിരുന്നു വാങ്കെ. അന്നത്തെ പരിമിതമായ വൈദ്യശാസ്ത്രത്തിന്റെ നിഗമനത്തിൽ ജീവനോടെ ഇരിക്കാൻ ഒട്ടും സാധ്യതയില്ല എന്ന് വിലയിരുത്തിയതിനാൽ പേര് പോലും നൽകാൻ കുടുംബം ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം യാതൊരു ശുശ്രൂഷകളും കൂടാതെ എല്ലാ അവഗണനകളെയും അസ്ഥാനത്താക്കി കുഞ്ഞു വാങ്കെ ഉറക്കെ കരഞ്ഞു. അവരെ പരിചരിച്ചുകൊണ്ടിരുന്ന സ്ത്രീ ആശ്ചര്യപ്പെട്ടു പോകുകയും കുടുംബാംഗങ്ങൾ അടുത്തില്ലാത്തതിനാൽ പരിഭ്രാന്തയായ സ്ത്രീ സന്തോഷത്താൽ ഒരു പേര് നൽകാൻ പുറത്ത് ഉള്ള ഒരു വഴിപോക്കനോട് സഹായം തേടുകയും അദ്ദേഹം നൽകിയ ഗ്രീക്ക് ചുവയുള്ള നാമം പൂർണ്ണമായും ഇഷ്ടപ്പെടാതിരുന്നതിനാൽ അവർ അവരുടേതായ ചില ബൾഗേറിയൻ മാറ്റങ്ങൾ വരുത്തി കുഞ്ഞു വാങ്കയെ അവർ വാങ്കലേയ എന്ന് വിളിച്ചു. വിവരം കേട്ടറിഞ്ഞ് എത്തിയ പിതാവും കുടുംബാംഗങ്ങളും അപ്പോഴും വാങ്കയുടെ ആയുസ്സിൽ ആശങ്കയുള്ളതിനാൽ തങ്ങളുടെ കുടുംബ പേർ ചേർത്ത് ആ നാമം ഒന്ന് വിപുലീകരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പിച്ചവച്ചു തുടങ്ങിയ കുഞ്ഞു വാങ്കയുടെ കുട്ടിക്കാലം തികച്ചും സാധാരണമായിരുന്നു. എന്നാൽ അവഗണനയുടെയും ശുശ്രൂഷ ലഭിക്കാത്തതിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം ദൗർബല്യം അവരുടെ ചുറ്റും തളം കെട്ടിക്കിടന്നിരുന്നു. ഒരു കാരണം ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട മാതാവും കലുഷിതമായ രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ വിപ്ലവകാരിയായി മാറിയ പിതാവ് ഒന്നാം ലോക മഹായുദ്ധത്തിന് പങ്കെടുക്കാൻ പോയത്. തുടർന്ന് ബൾഗേറിയൻ ദേശീയതയുടെ പേരിൽ ദീർഘകാലം ജയിൽവാസം അനുഭവിച്ചതുമാണ്. ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ കുഞ്ഞു വാങ്കെ അയൽവാസിയുടെ കാരുണ്യത്തിലും കരുതലിലുമാണ് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. 1923 പിതാവിന്റെ ജയിൽ മോചനത്തോടു കൂടിയാണ് ഈ ഒറ്റപ്പെടലിന് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. തിരിച്ചു വന്ന പിതാവ് മറ്റൊരു വിവാഹം കഴിക്കുകയും അവരെയും കൊണ്ട് പിന്നീട് വാങ്കെ ജീവിതകാലം മുഴുവൻ ഏകദേശം തള്ളി നീക്കിയ അവരുടെ അമാനുഷികതയുടെ വിളനിലമായി മാറുകയും ചെയ്ത ബെലാസിക്ക മലനിരയുടെ താഴ്വാര ഗ്രാമമായ റൂപ്പിറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ വെച്ചാണ് അവരുടെ ജീവിത സാഹചര്യം മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ദീർഘകാലത്തെ ഒറ്റപ്പെടലിനും അവഗണനയ്ക്കും ശേഷം സമാധാനപരമായ ജീവിതം മുന്നോട്ട് നയിക്കുകയായിരുന്നു ബാബ വാങ്കെ. 12 വയസ്സുവരെ യാതൊരുവിധ കാഴ്ച പ്രശ്നങ്ങളോ ഒന്നും തന്നെ ബാബ വാങ്കയുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ
പർവ്വതനിരയുടെ ചില ഭാഗങ്ങളിൽ പൊടുന്നനെ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബാബ വാങ്കെ അകപ്പെടുകയും അവരെ ആ ചുഴലിക്കാറ്റ് ദൂരത്ത് കല്ലും മണ്ണും നിറഞ്ഞ ഒരു പ്രദേശത്തേക്ക് പതിപ്പിക്കുകയും ചെയ്തു. ഗുരുതരമായ മസ്തിഷ്ക ആഘാതം ഏൽക്കേണ്ടി വന്ന ബാബ വാങ്കെ ബോധക്ഷയം സംഭവിക്കുകയും കണ്ണുകൾ അടഞ്ഞു പോവുകയും ചെയ്തു. ഉടൻ വൈദ്യസഹായം ഏർപ്പാടാക്കുകയും ചില ചെറിയ ശസ്ത്രക്രിയകൾ ചെയ്തെങ്കിലും കുഞ്ഞു വാങ്കയുടെ കണ്ണുകൾ പൂർണ്ണമായും തുറക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പിന്നീടും തുറച്ച ശസ്ത്രക്രിയകൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും ദാരിദ്ര്യത്തിലമർന്നിരുന്ന കുടുംബത്തിന് അതിന് കഴിയുമായിരുന്നില്ല. അതിൻ്റെ ഫലമായി വാങ്കയുടെ കണ്ണുകൾ അവരുടെ കാഴ്ചയിൽ എന്നേക്കുമായി. ഈ അന്ധത സമ്മാനിച്ച ദുരന്തങ്ങളുടെ 2 വർഷങ്ങൾക്ക് ശേഷം ഔപചാരിക വിദ്യാഭ്യാസത്തിനു വേണ്ടി പിതാവിൻ്റെയും രണ്ടാനമ്മയുടെയും നിർബന്ധം സഹിക്കവയ്യാതെ സെമൂണിലെ അന്ധവിദ്യാലയത്തിൽ അവർ ചേർക്കപ്പെട്ടു. ഇവിടെ വെച്ചാണ് ബ്രെയിൻ ലിപിയുടെ ഉപചാരപൂർവമായ ചില കാര്യങ്ങൾ പഠിക്കുന്നതും പാചകം, പിയാനോ, മറ്റു ചില ചെറിയ ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാനും വാങ്കെ പരിശീലിച്ച് വന്നത്. 3 വർഷം അവിടെ തുടർന്നെങ്കിലും വാങ്കയെ വീണ്ടും വിധി വേട്ടയാടി. പൊടുന്നനെയുണ്ടായ രണ്ടാനമ്മയുടെ മരണത്തെ തുടർന്ന് ഇളയവരായ തൻ്റെ അർദ്ധ സഹോദരങ്ങളെ പരിചരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന പരിശീലന പരിപാടികൾ അവസാനിപ്പിച്ച് അവർ സ്വദേശത്തേക്ക് മടങ്ങി. വീണ്ടും ദുരിതങ്ങൾ നിറഞ്ഞ ജീവിതം മുന്നോട്ടു പോകവേ 1939 അവരെ ഒരിക്കൽ കൂടി മരണം അടുത്തുവരെ എത്തി. ആ മരണവുമായി മുഖാമുഖം കണ്ട ഒരു അവസരം വീണ്ടും അവരുടെ ജീവിതത്തിൽ വന്നത്. കടുത്ത ശ്വാസകോശ അണുബാധ മൂലം ഏകദേശം 8 മാസത്തോളം അവർ രോഗശയ്യയിലായി. ഡോക്ടർമാർ മരണം വിധിയെഴുതിയ ആ അവസ്ഥയിൽ നിന്ന് പക്ഷേ എല്ലാവരും അത്ഭുതപ്പെടുത്തി അവർ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. 2 പ്രാവശ്യം മരണത്തെ അതിജയിച്ച ഒരു സ്ത്രീ എന്ന രീതിയിലും രോഗം ബാധിച്ച അവസ്ഥയിൽ അവർ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അവ്യക്തമായി ഒരേ രീതിയിലുള്ള അശരീരി പോലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇവയെല്ലാം അവരെ മരണത്തിൽ രക്ഷപ്പെടുത്തിയ ചില കാര്യങ്ങളായി അവരുടെ കുടുംബാംഗങ്ങളും അവിടെ കൂടിയ അയൽവാസികളും തെറ്റിദ്ധരിച്ചു. അതുമാത്രമല്ല, അതുവരെ മിതഭാഷണിയായിരുന്ന, വളരെ കുറച്ചു മാത്രം സംസാരിച്ചിരുന്ന ബാബ വാങ്കയുടെ സംസാര ശൈലിയിലും അവരുടെ പെരുമാറ്റത്തിലും ഒരു പ്രത്യേക രീതിയിലുള്ള മാറ്റം പ്രകടമായതുകൂടി ഈ അന്ധ യുവതിക്ക് ചുറ്റും അമാനുഷികതയുടെ വലയങ്ങൾ ആ സമൂഹത്തിൽ രൂപപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞു. ബാബ വാങ്കെ പറയുന്ന അവ്യക്തമായ കാര്യങ്ങളിൽ ചിലവ സംഭവിക്കാൻ കൂടി തുടങ്ങിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ അവർക്ക് ചുറ്റും കൂടാൻ, രോഗശാന്തിയും അനുഭവ സാക്ഷ്യങ്ങളും അന്തരീക്ഷത്തിൽ പ്രചരിക്കാനും പതിയെ അവരുടെ വാസസ്ഥലം ആ ഗ്രാമത്തിലെ ആത്മീയ ചികിത്സയുടെ അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ കേന്ദ്രമായി പരിണാമം ചെയ്യപ്പെടുകയും ചെയ്തു. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതിയുടെ കാലത്തിൽ ജനങ്ങൾ ആത്മീയത തേടി നടന്നപ്പോൾ അവർക്കൊരു വലിയ ആശ്വാസമായിരുന്നു ബാബ വാങ്കെ. അവരുടെ ചില പ്രവചനങ്ങളിൽ ചിതറിപ്പോയ ബന്ധുക്കളെ അവർക്ക് ലഭിക്കുകയും അവരുടെ ആവലാതികൾ ബോധിപ്പിക്കാനും അവർക്ക് ഒരു പ്രഭവ കേന്ദ്രമായി ബാബ വാങ്കെ വർദ്ധിച്ചുകൊണ്ടു. ക്രമേണ അവർ സ്നേഹത്തോടെ ബാബ വാങ്കയെ മുത്തശ്ശി എന്നർത്ഥം വരുന്ന ബാബ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവരുടെ നാമം വെറും വാങ്കയിൽ നിന്നും ബാബ വാങ്കെ ആയി മാറുന്നത്. ബൾഗേറിയൻ ചക്രവർത്തിയായിരുന്ന സർ ബോറിസ് മൂന്നാമൻ്റെ സന്ദർശനം കൂടിയായതോടെ അവരുടെ പ്രവചനങ്ങൾക്കും ശുശ്രൂഷകൾക്കും രാജകീയ മാനം കൂടി കൈവന്നു. പ്രശസ്തി നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന അവസരത്തിലാണ് 1942 ബൾഗേറിയൻ പട്ടാളക്കാരനായ ദിമിത്താറിനെ വാങ്കെ വിവാഹം കഴിക്കുന്നത്. തൻ്റെ ഭർത്താവിനൊപ്പം പെട്രിച്ച് പട്ടണത്തിലേക്ക് താമസം മാറിയെങ്കിലും ഇവരുടെ പ്രവചനങ്ങളും ശുശ്രൂഷകളും തുടർന്നുകൊണ്ടേയിരുന്നു. ബൾഗേറിയയുടെ ആത്മീയ ഗുരു എന്ന പരിവേഷത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വാങ്കയുടെ പ്രവർത്തനങ്ങൾ തടസ്സം നേരിടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബൾഗേറിയയിൽ അധികാരം സ്ഥാപിക്കുന്നവർ കൂടെയാണ്. അന്ധവിശ്വാസങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ കച്ചകെട്ടിയ കമ്മ്യൂണിസ്റ്റ് പോലീസിന്റെ മുന്നിൽ കുറെ കാലത്തേക്കെങ്കിലും ബാബ വാങ്കെ നിശബ്ദയായിരുന്നു. എന്നാൽ രഹസ്യമായി അവരെ ആളുകൾ സംരക്ഷിച്ചു കൊണ്ടിരുന്നു എന്നതും വാസ്തവമാണ്.
കമ്മ്യൂണിസ്റ്റ് ഇരുമ്പുമറ പൊളിഞ്ഞു വീഴുകയും പിന്നീട് വന്ന വളരെ ലിബറലായുള്ള സർക്കാരുകൾ ബാബ വാങ്കയ്ക്ക് ഇങ്ങനെയുള്ള ഒരു കഴിവുണ്ടോ എന്നറിയാൻ വേണ്ടി അന്ന് സയൻസിൻ്റെ അല്ലെങ്കിൽ ബൾഗേറിയൻ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിരുന്ന സജസ്റ്റോളജിയിൽ ഒരു ജോലി നൽകി അവരെ നിരീക്ഷിക്കാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ അവരുടെ പ്രവചനങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാനാണ് ഇവർ ഇത് ഉദ്ദേശിച്ചതെങ്കിൽ പിൽക്കാലത്ത് അവർ എന്തു പറഞ്ഞാലും അതിന് ശാസ്ത്രീയമായ ഒരു മാനം നൽകാൻ അവർ നിഗൂഢമായി പരിശ്രമിക്കുക തന്നെ ചെയ്തു. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ അക്കാഡമിക് തലം ചേർന്നുള്ള നീതീകരണം കൂടി വന്നപ്പോൾ ഒരു വേളയിൽ സോവിയറ്റ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ബ്രിഷ്നേവ് പോലും വാങ്കയുടെ ഉപദേശം തേടാൻ എത്തിയെന്നറിയുമ്പോഴാണ് ഈ പ്രസ്ഥാനം എത്രത്തോളം വാങ്കയെ പുകഴ്ത്തുകയും യൂറോപ്പിനെ ചുറ്റും പ്രശസ്തയാക്കുകയും ചെയ്തു എന്ന് മനസ്സിലാവുക. 1942 ഭർത്താവിൻ്റെ മരണശേഷം മുഴുവൻ സമയവും ആളുകളുമായി ഇടപഴകാൻ ബാബ വാങ്കെ സമയം കണ്ടു. ഈ വേളയിലാണ് ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന പല പ്രവചനങ്ങളും അവർ നടത്തിയതായി പറയപ്പെടുന്നു. 1990 അവരുടെ സന്ദർശകർ നിക്ഷേപിച്ച പണം ഉപയോഗിച്ച് അവർക്ക് വേണ്ടി ഒരു ചർച്ച് നിർമ്മിക്കുകയും അവിടെ അവരെ അധിവസിക്കുകയും ചെയ്തു. 96 വരെ ബ്രസ്റ്റ് ക്യാൻസർ മൂലം മരണപ്പെടുന്നത് വരെ അവർ അവിടെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. വാങ്കയുടെ മരണശേഷമാണ് അവരുടെ ശവകുടീരത്തിനും ചർച്ചിനും ചുറ്റിപ്പറ്റി പല പല അവകാശവാദങ്ങളും പല പല പ്രവചന സിദ്ധാന്തങ്ങളും രൂപപ്പെടുകയും അവയെല്ലാം പുസ്തകങ്ങളും ലേഖനങ്ങളുമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇവർ എഴുതിയ പുസ്തകങ്ങൾ പലതും ബാബയുടെ പേരിൽ ബാബ വാങ്കയുടെ പേരിൽ ആരോപിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ബ്രെയിൻ ലിപിയിൽ വളരെ ഉപചാരപൂർവമായ അവഗാഹം മാത്രമുണ്ടായിരുന്ന ബാബ വാങ്കെ അല്ല ഈ പുസ്തകങ്ങൾ എഴുതിയതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ ഇതിൽ പറയുന്ന പല പ്രവചനങ്ങളും പിൽക്കാലത്ത് സംഭവിക്കുകയും ബൾഗേറിയൻ സജസ്റ്റോളജിയുടെ ആധികാരികമായ ചില പഠനങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെട്ടതോടുകൂടി മരണശേഷവും ബാബ വാങ്കയുടെ ആരാധക വൃത്തം വളർന്നുകൊണ്ടേയിരുന്നു. ലോകത്ത് നടക്കുന്ന ഏതൊരു പ്രതിഭാസവും അവരുടെ പേരിൽ പ്രവചനമായി പ്രത്യക്ഷപ്പെടാനും തുടങ്ങി. ആധുനിക ലോകം പിൽക്കാലത്ത് സജസ്റ്റോളജിയെ കപടശാസ്ത്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോഴാണ് വാങ്കയുടെ ഈ പ്രവചനങ്ങളെക്കുറിച്ചും ഈ പ്രവചനങ്ങൾ അടിസ്ഥാനമാക്കിയ സയൻസിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചും വ്യക്തമായ പഠനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഈ പഠനങ്ങളാണ് ബാബ വാങ്ക എന്ന അന്ധപ്രവാചകയുടെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആരാധകരുടെ അവകാശവാദങ്ങളെ പൊളിച്ചെഴുതി. അവരുടെ പഠനത്തിൽ മനസ്സിലായത് ലോകത്തിന്റെ പ്രവചന മുത്തശ്ശിയായി വാഴ്ത്തുന്ന ഈ ബൾഗേറിയൻ മിസ്റ്റിക്കിന്റെ പ്രശസ്തമായ ഒരൊറ്റ പ്രവചനം പോലും യഥാവിധിയിൽ അവരുടെ കാലത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നു മാത്രമല്ല ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവർ ഇങ്ങനെ പ്രവചിച്ചിരുന്നു എന്ന് പിന്നീട് അവരുടെ ആരാധകർ അവകാശവാദം ഉന്നയിക്കുകയും ആരൊക്കെയോ രേഖപ്പെടുത്തുകയും ചെയ്തത് മാത്രമാണ് ഇന്ന് പുസ്തക രൂപത്തിൽ ഉൾപ്പെടുത്തിയത്. ഇവർ പ്രവചിച്ചു എന്ന് കൊട്ടിഘോഷിച്ച ആളുകൾക്കിടയിൽ നടന്ന പഠനങ്ങളിൽ ഫ്രഞ്ച് കോളമിസ്റ്റായ ജെഫിനോട് ആ അഭിമുഖം ചെയ്ത എല്ലാവരും പറഞ്ഞത് ഇന്ന് കൊട്ടിഘോഷിക്കുന്ന പ്രവചനങ്ങളൊന്നും തന്നെ ബാബ വാങ്കയെ പ്രവചിച്ചതല്ല എന്ന് തന്നെയാണ്. ഇവരുടെ പല പ്രവചനങ്ങളും ആരോപിക്കപ്പെടുന്നത് കഴിഞ്ഞതിന് ശേഷമാണെന്ന് പറഞ്ഞല്ലോ. അതിൽ ചില പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ നമുക്ക് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധം, സോവിയറ്റ് യൂണിയന്റെയും ചെക്കോസ്ലോവാക്യയുടെയും യൂഗോസ്ലാവിയയുടെയും പാതനം, ചെർണോവിലെ ആണവ ദുരന്തം, സ്റ്റാലിൻ, ബോറിസ് എന്നീ ലോക നേതാക്കന്മാരുടെ മരണം, ഡയാന രാജകുമാരിയുടെ മരണം, സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം, 2004 സുനാമി, ഒബാമയുടെ തിരഞ്ഞെടുപ്പ്. ഇവയെല്ലാം എന്തിനേറെ ബാബ വാങ്കയുടെ തന്നെ മരണവും തീയതി. ഇത് എല്ലാം തന്നെ അവർ പ്രവചിച്ചു എന്നാണ് ആരോപിക്കപ്പെട്ടത്. എന്നാൽ ഇതിനൊന്നും ഒരു രേഖയും ആധികാരികമായി നൽകാൻ അവർക്ക് കഴിയുന്നില്ല. മറ്റു ചില പ്രവചനങ്ങൾ അവർ ആരോപിക്കപ്പെട്ടത് ഒളിഞ്ഞു പോവുകയും ചെയ്തു. അതിലൊന്നാണ് ഒബാമയായിരിക്കും അവസാന പ്രസിഡന്റ് എന്നതാണ്. 2010-നും 2016-നും ഒരു ന്യൂക്ലിയർ യുദ്ധം ഉണ്ടാകുമെന്നും യൂറോപ്പ് തകർന്നു പോകുമെന്നും അവർ പ്രവചിച്ചു. അതെല്ലാം ആരോപിക്കപ്പെട്ടതാണെന്നും പിന്നീട് പൊളിയപ്പെടുകയും ചെയ്തു. ജനശ്രദ്ധ ആകർഷിച്ച സംഭവ വികാസങ്ങൾക്ക് ശേഷം
ചില ആളുകൾ പ്രത്യക്ഷപ്പെടുകയും ഇതവർ പറഞ്ഞിരുന്നു എന്നും അല്ലെങ്കിൽ ചില പഴയ അവരുടെ റെക്കോർഡ് ചെയ്ത ശബ്ദരേഖയിൽ ഇവയെപ്പറ്റി പ്രതിപാദിക്കുന്നുവെന്നും പറഞ്ഞുള്ള അവകാശവാദങ്ങളാണ് മേൽപ്പറഞ്ഞ സകല പ്രവചനങ്ങളുടെയും അവസ്ഥ. ബാബ വാങ്കയെക്കുറിച്ച് വ്യക്തമായി പഠിച്ച റഷ്യൻ മിസ്റ്റോളജിസ്റ്റ് വിദഗ്ധയായ വിക്ടോറിയ വിറ്റ്കോവ പറയുന്നത്, ശ്വാസകോശ ബാധയ്ക്ക് ശേഷം അവർക്ക് ചില ഹിസ്റ്റീരിയ പോലുള്ള സംസാര ശൈലി ഉണ്ടായിരുന്നതും അവയെല്ലാം ഒരുപാട് അർത്ഥതലങ്ങൾ ഉൾപ്പെട്ട വിശാലമായ സംഭാഷണങ്ങളായിരുന്നതും അത് പിന്നീട് ആളുകൾ തെറ്റിദ്ധരിക്കുകയും അവർക്ക് ആഗ്രഹമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുകയും ആണ് എന്നതാണ്. അതിന് അവർ മുന്നോട്ട് വെക്കുന്നത് 70,000-ഓളം ആളുകൾ നടത്തിയ പഠനത്തിലാണ്. ഇവരെല്ലാം അവകാശപ്പെട്ടത് ഇവരുടെ മുന്നിൽ ബാബ വാങ്കെ പ്രവചനം നടത്തിയെന്നാണ്. എന്നാൽ ഇതിലുള്ള ഫലപ്രാപ്തി അന്വേഷിച്ച് ചെല്ലുമ്പോൾ വളരെ തുച്ഛം മാത്രമായിരുന്നു. അങ്ങനെ അവ്യക്തവും വിശാലവുമായ സംഭാഷണ രീതിയിൽ ആളുകൾ തെറ്റിദ്ധരിച്ച പ്രവചനങ്ങളിൽ ഒരു ഉദാഹരണമാണ് ഒരു വലിയ തിര ഒരു നഗരത്തെ മൂടുമെന്ന് വാങ്കെ പ്രവചിച്ചായി പറയപ്പെടുന്നു. ഇത് സുനാമിയെക്കുറിച്ചാണെന്ന് പിൽക്കാലത്ത് ആളുകൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. കോവിഡ് മഹാമാരി ആഞ്ഞടിച്ചപ്പോൾ വാങ്കയുടെ പഴയ രേഖകളിൽ എല്ലാവരും അടച്ചുപൂട്ടപ്പെടും എന്ന ഒരു അവകാശവാദവുമുണ്ടെന്നും ഒരു പ്രവചനമുണ്ടെന്നുമുള്ള അവകാശവാദവുമായി ഒരു യുവതി പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ അവരും തെളിവ് നൽകാൻ പരാജയപ്പെട്ടു. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളായി പ്രവചനങ്ങളായി ബാബ വാങ്കയുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന ചില പ്രവചനങ്ങളെ കുറിച്ച് പറയാം. 2025 യൂറോപ്പിന്റെ ജനസംഖ്യ മൊത്തം ഇല്ലാതാക്കുന്ന ഒരു സംഘർഷം നടക്കും. 28 വീനസ് എന്ന ഗ്രഹം മനുഷ്യനെ ഊർജത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു. 2130 മനുഷ്യൻ അന്യഗ്രഹ ജീവനുമായി ബന്ധം സ്ഥാപിക്കും. 5079 ലോകം അവസാനിക്കും. വരാൻ പോകുന്ന കാലത്ത് നമുക്ക് മനസ്സിലാക്കാം ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത്. എന്നാൽ വീണ്ടും പറയുന്നു, ഇതെല്ലാം വിശാലമായി സംസാരിച്ച ബാബ വാങ്കയിൽ നിന്നും ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച വെറും വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. ഇതിനൊന്നും വ്യക്തമായ തെളിവുകളോ ഒന്നും തന്നെയില്ല. സെന്റ് പീറ്റർ ചർച്ചിന്റെ സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഭാവശ്രീ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ഭാവിയുടെ നിഗൂഢതകൾ വേട്ടയാടുന്ന മനുഷ്യർ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവ വ്യാഖ്യാനിച്ച് ആരോപിക്കാൻ അസാധാരണത്വവും അമാനുഷികത്വവും ആരോപിക്കപ്പെട്ട ബാബ വാങ്കമാരെ തേടിക്കൊണ്ടു.